മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയിൽ നിർണായകമായ ഡ്യൂട്ടി നിർവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരല്ലെന്നുള്ള വകുപ്പ് മേധാവിയായ കാർഡിയോ തൊറാസിക് സർജന്റെ നിലപാടാണ് ശസ്ത്രക്രിയകൾ 2 ആഴ്ചയിലേറെയായി നിലയ്ക്കാൻ കാരണം. ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ രോഗിയുടെ ജീവൻ സാധാരണ നിലയിൽ നിയന്ത്രിച്ച് നിലനിർത്തുന്നവരാണ് പെർഫ്യൂഷനിസ്റ്റുകൾ. ഹാർട്ട് ലങ് മെഷീൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടതും ഇവരാണ്. ആഴ്ചയിൽ 2 ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇവിടെ 2 പെർഫ്യൂഷനിസ്റ്റുകൾ ഉണ്ട്. ഇതിലൊരാൾ PSC വഴിയും മറ്റേയാൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയും നിയമനം ലഭിച്ചവരാണ്. ഇതിൽ HDS വഴി നിയമിക്കപ്പെട്ട ആൾക്ക് പരിചയസമ്പന്നതയില്ലാത്തതിനാൽ ശസ്ത്രക്രിയയിൽ റിസ്ക് എടുക്കാനാവില്ലെന്ന് കാണിച്ച് വകുപ്പ് മേധാവി പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു. അതേസമയം വകുപ്പ് മേധാവിക്കെതിരെ ആരോപണവുമായി പെർഫ്യൂഷനിസ്റ്റുകളും മേലധികാരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ അടങ്ങിയ ഈ കത്തുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിശദമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം നീളുന്നതിനാൽ ഓപ്പൺ ഹാർട്ട് സർജറി പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സീനിയോറിറ്റി പ്രകാരം ഓപ്പൺ ഹാർട്ട് സർജറി നിശ്ചയിക്കപ്പെട്ട 50ഓളം രോഗികളും നിശ്ചയിക്കാനുള്ള അത്ര തന്നെ രോഗികളും ഇതോടെ ആശങ്കയിലാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലിലൂടെ എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കിയാലേ നിർധനരായ നിരവധി രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഒഴിവാകുകയുള്ളൂ. TCV തൃശൂർ.